ഗൈസ് അങ്ങനെ നമ്മൾ കാത്തിരുന്ന വൺ പീസിന്റെ ചാപ്റ്ററുള്ള 1764 ബ്രീഫ് ആയുള്ള സ്പോയിൽസും പിന്നെ കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയുള്ള പോയിന്റ്സും കിട്ടിയിട്ടുണ്ട്. പിന്നെ വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ചെന്ന് എനിക്കറിയാം. ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരുന്ന എല്ലാവരോടും ഒന്ന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ എന്തായാലും ഈ വീഡിയോയിലേക്ക് കടക്കുവാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പിന്നെ നമ്മൾ പറയാൻ പോകുന്ന പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സോ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാനായിട്ട്. സോ ആദ്യം തന്നെ നമ്മുടെ സെബേക്ക് ഇമോനോട് പറയുന്നുണ്ടായിരുന്നു, ഡേവി ജോൺസ് ആണ് ഈ വേൾഡിന്റെ യഥാർത്ഥ ട്രൂ കിങ് ആൻഡ് ഒരു ദിവസം ആരെങ്കിലും വിൽ ഓഫ് ഡേവി ഉറപ്പായിട്ടും ഫുൾഫിൽ ചെയ്യുമെന്ന്. സോ നമ്മുടെ വിൽ ഓഫ് ഡേവി ആണെന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട്. സോ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് പറയാൻ പറ്റത്തില്ല. കാര്യം നമ്മുടെ ലൂഫിക്കും അതേപോലെ പലർക്കും ഈ ഡി എന്നൊരു നെയിം ഉണ്ടല്ലോ. അത് കഴിയുന്നിടത്ത് ഒരു ചോദ്യം കൂടെ നമ്മുടെ സെബേക്ക് ഇമുവിന്റെ നേരെ ചോദിക്കുന്നുണ്ട്. അതായത് ഇമു ആരെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്, ജോയ് ബോയിനെയാണോ അതോ ഡേവി ജോൺസിനെയാണോ എന്ന്. എന്നാൽ നമ്മുടെ ഇമോയുടെ ആ ഒരു സബ്ജക്റ്റ് ഉണ്ടല്ലോ അത് ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ റോക്സിനെ കംപ്ലീറ്റ്ലി ഒരു ഡീമൺ ആക്കി മാറ്റുന്നുണ്ട്. ആൻഡ് ഡീമനായ റോക്സ് ആയിട്ട് നമ്മുടെ കായുഡിനെ ബിഗ് മോമിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കായുടെക്കും ബിഗ് മോമിനും വൈറ്റ് ബെഡിനും അത്യാവശ്യം ചില പണിയും കിട്ടുന്നുണ്ട്. ആൻഡ് വൈറ്റ് ബെഡിന്റെ സെബേക്കിന്റെ ഫൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇൻസൈൻ ആയിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല ഗോഡ് വാലിയുടെ ഒരു പാർട്ട് തന്നെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷീക്കയെ ഗംഗൂസിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഷീക്കയായിട്ട് ഗംഗൂസിനെ ഡിഫീറ്റ് ചെയ്തിട്ട് ആ ട്രഷറെല്ലാം കയ്യിലേക്ക് എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ജോണിന് അതായത് ക്യാപ്റ്റൻ ജോൺ സീരിയസ്ലി ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. പക്ഷേ അവൻ മരിച്ചതാണോ ഡിഫീറ്റ് ചെയ്യപ്പെട്ടതാണോ എന്ന് നമുക്ക് കൃത്യമായി അറിയാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ കുമയായിട്ട് എറിസിനെ അതേപോലെ ടീച്ചിനെ രക്ഷിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ഡെവിൽ ഫ്രൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇമോട്ടെ നമ്മുടെ റോക്സിന് ഒരു ഓർഡർ കൊടുക്കുന്നുണ്ട് ആ ഐലൻഡിലുള്ള എല്ലാവരും തന്നെ കൊല്ലാനായിട്ട്. ഈ സമയത്ത് തന്നെ റോക്സ് നമ്മുടെ ഗാർപ്പിനോടും റോജറിനോടും പറയുന്നുണ്ട് അവനെ കൊല്ലാനായിട്ട്. ആൻഡ് ഗാർപ്പും റോജറും സെബേക്കുള്ള ഫൈറ്റും തുടങ്ങിയിട്ടുണ്ട്. ഇത്രമാത്രം സ്പോയിലേഴ്സേ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. അത് മാത്രമല്ല ഇത് അങ്ങോട്ട് കിട്ടി തിരിഞ്ഞൊക്കെ കിടക്കുവാണ്. സോ ചാപ്റ്റർ വന്നാൽ മാത്രമേ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ചാപ്റ്റർ വന്ന ഉടനെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.